കോഴിക്കോട് പൂവാട്ടുപറമ്പിൽ നിർത്തിയിട്ട കാറിൽ നിന്നും 40 ലക്ഷം രൂപ കവർന്നതായി പരാതി. ആനക്കുഴിക്കര സ്വദേശി റഹീസിന്റെ പണമാണ് നഷ്ടപ്പെട്ടത്. സ്വകാര്യ ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട കാറിന്റെ ഗ്ലാസ് തകർത്താണ് പണം കവർന്നത്. രതീഷ് വാസുദേവനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം. രതീഷ്, വൻ കവർച്ച, വിവരങ്ങൾ. സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ കവർച്ചയാണ് നടന്നിരിക്കുന്നത്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് പോലീസ് പറയുന്നത്, ഈ പരാതിയിൽ പറയുന്നത് ചാക്കിൽ കെട്ടിയാണ് പണം ഈ കാറിൽ സൂക്ഷിച്ചതെന്ന ഈ പരാതിക്കാരൻ്റെ പരാതി തന്നെ പോലീസിന് സംശയമുണ്ട്. അത് സംബന്ധിച്ച് ഈ പണത്തിൻ്റെ ഉറവിടം സംബന്ധിച്ച് തന്നെ പോലീസിന് ഈ വിഷയത്തിൽ സംശയമുണ്ടെങ്കിലും ഇന്നലെ ഇത്തരത്തിൽ മോഷണം നടന്നതായി ഈ CCTV ദൃശ്യങ്ങൾ സ്ഥിരീകരിച്ച് പോലീസ് ബോധ്യപ്പെട്ടിട്ടുണ്ട്. 2 പേർ ചാക്കിൽ ഇത്തരത്തിൽ പണം എടുത്തുകൊണ്ടുവന്നതായി CCTV ദൃശ്യങ്ങളിൽ ബോധ്യമായിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. പക്ഷേ ഈ 40 ലക്ഷം രൂപ എങ്ങനെ ഈ ചാക്കിൽ കെട്ടിയ നിലയിൽ കാറിനകത്ത് വന്നതിനെ സംബന്ധിച്ച് പോലീസ് കൂടുതൽ ഈ പണത്തിൻ്റെ ഉറവിടം സംബന്ധിച്ച് കൂടി ഈ ഘട്ടത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. സ്വകാര്യ ആശുപത്രിയുടെ കോമ്പൗണ്ടിലാണ് ഈ കാറ് നിർത്തിയിട്ടിരുന്നത്. കാറിൻ്റെ ചില്ല് തകർത്താണ് ഇത്തരത്തിൽ പണം മോഷ്ടിച്ചതെന്നാണ് ഈ പണത്തിൻ്റെ കാറിൻ്റെ ഉടമയായ പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസ് കൂടുതൽ പരിശോധന നടത്തുകയാണ്. എന്നാൽ ഈ വിഷയത്തിൽ ഈ പണം ഈ സാഹചര്യത്തിൽ സൂക്ഷിച്ചതിനെ സംബന്ധിച്ചും പോലീസിന് സംശയങ്ങളുണ്ട്, ദുരൂഹതകളുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോൾ. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച മോഷ്ടാക്കൾക്കുള്ള അന്വേഷണവും നടത്തുന്നുണ്ട്. ശരി രതീഷ് വാസുവിനാണ് വിവരങ്ങൾ നൽകിയത്.